ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറുമുറ മുറുക്കാണ്. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ഉഴുന്നുപരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് പാൻ വെച്ച് തീ കത്തിക്കാം. എന്നിട്ട് നല്ല ചൂടാവണം. അത് പറയട്ടെ. പാൻ അടുപ്പ് വെച്ച് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അതിലേക്ക് ഇടാം. അപ്പം നമുക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ടിട്ട് അത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നോക്കണ്ട. അതിൻ്റെ പച്ചമണം ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാം. ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. അപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ മുറുക്ക് നേരത്തെ ഉണ്ടാക്കുവാന്നോ അതോ ഇനി ഉണ്ടാക്കും? ഇപ്പം നമ്മൾ ഓണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കിയാണ്. 4 മണിക്ക് ഒരു കടി ഇല്ലയോ? 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ മുറുക്കൊക്കെ? സാധാരണ ഇത് കുട്ടികൾക്കല്ലേ ഇഷ്ടപ്പെടുക? സാധാരണ കുട്ടികൾക്കാണ് ഇത് വലിയ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്. എരിവ് കുറച്ച് നമുക്ക് ചെയ്യാം ഇല്ലയോ? അതെ, നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാം അല്ലയോ? ചാനൽ ഇന്ന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? മുമ്പ് 1-2 തവണയൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉള്ളിവടയും പരിപ്പുവടയൊക്കെ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ അടിച്ചിട്ടുണ്ട്. മുറുക്ക് 1-2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. മൂത്ത് വരുന്നുണ്ടല്ലയോ? ലോ ഫ്ലെയിമിൽ ഒരുപാടൊന്നും ചുമക്കണ്ട. നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിക്കണം. ഈ ഓണത്തിന്റെ ഇതൊക്കെ നല്ല തിരക്കായിട്ട് വരുവാ. മഴയാ, നമ്മളിവിടെ നല്ല മഴയാ. എല്ലായിടവും മഴയാന്ന് തോന്നില്ലയോ? ഇപ്പം എല്ലായിടവും ഇടയ്ക്ക് വെച്ച് മഴ കുറവായിരുന്നു. ഇപ്പം വീണ്ടും ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴയിലാവുമെന്നൊരു പേടിയുണ്ട്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊട്ട് മുമ്പ് മഴ പെയ്ത് തോന്നതാ. നല്ല മഴയായിരുന്നു. ഇപ്പൊ അത് തോന്നുന്നു നിൽക്കുക. നല്ല ചെറിയൊരു അനുകൂല കാലാവസ്ഥയായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് തണുക്കാനായി വെക്കാം. ഇനി നമുക്കിത് നല്ലപോലെ തണുക്കാനായി വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ പൊടിക്കാവൂ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതിന് പൊടിക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുക്കാം. ചെറിയ തരി ഉണ്ട്, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും തരിയുണ്ട്. ആ തരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഉണ്ടാക്കുന്നതിനായി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട് 2 കപ്പ്. അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചു വച്ചേക്കുന്ന ഉഴുന്നുപരിപ്പിന്റെയും കടലപ്പരിപ്പിന്റെയും പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലായിടും അന്നേരം നല്ല ഇതായിട്ട് മിക്സ് ആവും. നമ്മൾ ചെയ്യുമ്പോൾ ഇത് പൊടിക്കുമ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മഴ പെയ്യുന്ന ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം, എരിവിന് ആവശ്യത്തിനായി. പിന്നെ അതിലേക്ക് 2 നുള്ള് കായപ്പൊടിയും ചേർക്കാം. ഇത് നല്ലത്. പിന്നീട് നമുക്കിതിലേക്ക് മെൽറ്റായ 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണിൽ താഴെ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഒരുപാടായാൽ 1/2 സ്പൂണിൽ കൂടുതലാവരുത്. ഒരുപാടായാൽ ഈ മാവ് നമ്മൾ പീച്ചുമ്പോൾ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എള്ള് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിലെല്ലാം മിക്സ് ആക്കി എടുക്കണം. ഇനിയിപ്പം കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്യാം. അന്നേരം ഇത് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ നന്നായിട്ട് മിക്സ് ആവണം. നല്ലപോലെ മിക്സ് ആവട്ടെ. എല്ലായിടവും നല്ലപോലെ എല്ലാ സാധനങ്ങളും മിക്സ് ആവണം. ആദ്യം ഇത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ച് കുഴച്ചാൽ മതിയാകും. ഇനി നമുക്ക്
മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞെവിടിയെടുക്കാം അല്ലയോ? കുറേശ്ശെ അല്ലയോ? കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കുക അല്ലയോ? നല്ല മിക്സ് ആവും. ആദ്യം നമ്മൾ പുട്ടിന്റെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി കറക്റ്റ് എടുത്തിട്ട് അല്ലയോ? പിന്നീടാണ് നല്ലപോലെ കുഴച്ചിടാം, എന്നാലും ശരിയാവുള്ളൂ. ഇതേപോലെ വേണം കുഴയ്ക്കാൻ. ഇതേപോലെ കുഴക്കണം, കുഴച്ചെടുക്കണം. ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഒന്നുകൂടെ ക്യാമറയിലോട്ട് വ്യക്തമാക്ക്. കാണിക്കാം. കണ്ട ഇതേപോലെ ഇങ്ങോട്ട് പോയി. കണ്ട ഇതേപോലെ. ഓക്കെ ഓക്കെ, പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ, അതുകൊണ്ട് അങ്ങനെ ഇതാക്കി. ഇനിയിപ്പോൾ നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ട് സേവനാഴിയിലൂടെ നമ്മൾ ഈ പരുവത്തിൽ കുഴച്ചെടുത്തു. മുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ഷേപ്പിലുള്ള അച്ചാണ് എടുത്തേക്കുന്നത്. ഇതിനി നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് മാവിട്ട്, ഇനി ഇതിലേക്ക് മാവ് ഈ സേവനാഴി എടുത്തിട്ട് അതിലേക്ക് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ശകല എണ്ണ നമുക്ക് ഇതിലേക്ക് തടവാം. എണ്ണ തടവി കഴിഞ്ഞു. ഇനിയിപ്പോ മാവ് സേവനാഴിയിലോട്ട് ഇടാം അല്ലയോ? ഇനി നമുക്ക് മുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ എണ്ണ തടവുക. എണ്ണ തടവി മുറുക്ക് ഞെക്കി വട്ടത്തിലെടുക്കുന്ന വലിയ ഷേപ്പിലോ ചെറിയ ഷേപ്പിലോ എടുക്കാം. പ്ലേറ്റ് അല്ലെങ്കിൽ അലൂമിനിയം പേപ്പർ എടുത്ത് അതിനകത്ത് ഞെക്കി ഒഴിച്ച് എടുത്താലും മതിയാവും. ഇനി നമുക്ക് മുറുക്ക് ഞെക്കാം. ചെറിയ ഇതായാലും മതിയല്ലയോ? ചെറുതായാലും മതിയല്ലോ. അപ്പം അത്രയും പരത്തിയല്ലോ, ചെറുത് മതി. ഇനി ഇതിപ്പോ നമ്മൾ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ ലൂസായിട്ട്, ഇപ്പം ഷേപ്പ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാവ് കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. പിന്നെ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴച്ച് മാവ് കുഴച്ച് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാം, നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നില്ലേ? ഇത് മുറുക്ക് നമ്മൾ ചുറ്റിയിട്ട് എണ്ണയിലോട്ട് ഇടാൻ അടുത്ത് തന്നെ വെച്ച് നമ്മൾ ചുറ്റി ഇടുന്നതായിരിക്കും. എളുപ്പമിടാവുന്ന രീതിയിൽ അടുത്ത് വെച്ച് തന്നെ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ദൂരെയൊക്കെ വെച്ച് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടിയോ പൊളിഞ്ഞോ ഒക്കെ പോവും. അതുകൊണ്ട് അടുത്ത് നിന്ന് ചെയ്ത് അതിനകത്തോട്ട് ഇടുന്നതായിരിക്കും ഉത്തമം. ഇത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടുകത്തിലെടുത്ത് എണ്ണയിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഇതിന്റെ പത അടങ്ങുമ്പോഴാണ് ഇത് വെന്തെന്നുള്ള ഇത് മുരിങ്ങെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല ബ്രൗൺ നിറം ആവുന്നവരെ നോക്കിയിരിക്കരുത്. നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു ഇളം ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ കോരിയെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ചുമന്ന കളറിലെ ബ്രൗൺ നിറം ആവും. അതുകൊണ്ട് ഒരു ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അടുത്തും കൂടി നമുക്കിടാം. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും കൂടെ നമ്മളിട്ട് ഇനി ഇതും കൂടെ നമുക്കൊന്ന് തിരിച്ചിടാം. പത അടങ്ങുമ്പോൾ ഇതെല്ലാം പത അടങ്ങുമ്പോൾ സെറ്റാവും. ബാക്കിയും കൂടെ നമുക്ക് കോരിയെടുക്കാം. അപ്പം പരുവായിട്ടുണ്ട്. നമ്മുടെ മുറുക്ക് അരിമുറുക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയും കൂടെ, നല്ല മഴ. ഇപ്പൊ നമുക്ക് ചായയും മുറുക്കും കൂടെ കഴിക്കാൻ നല്ല രസമായിരിക്കും ഈ മഴയത്ത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു വിഭവമായി നമ്മൾ ഇനി ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.